ഹലോ എവ്രിബാഡി, വെൽക്കം ബാക്ക് ടു ഖത്തർ നെരംബോക്ക്. ഞങ്ങൾ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. ഞങ്ങൾ ഡെസേർട്ട് ഫോൾസിലേക്ക് പോകാൻ പോവാണ്. അതൊരു വാട്ടർ തീം പാർക്കാണ്. അപ്പോൾ കുറേ നാൾ കൊണ്ടിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ വാട്ടർ തീം പാർക്കിൽ പോകണമെന്ന്. പക്ഷേ നമുക്കൊരു ദിവസം ഫുള്ള് വേണമല്ലോ അവിടെ പോകാനായിട്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇതുവരെ അങ്ങനെ നീക്കി അവസാനം ഇന്ന് പോവാണ്. എപ്പോഴത്തെയും പോലെ തന്നെ ഞങ്ങൾ ലേറ്റാണ്. വേഗം ഷട്ടപ്പട്ടയിൽ നിന്ന് റെഡി ആയിട്ട് വേണം പോകാനായിട്ട്. ഇവിടുന്ന് ഒരു 42 hour ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഇച്ചിരി ദൂരെയാണ്. അതിൻ്റെ വിശേഷങ്ങളായിരിക്കും ഈ വ്ലോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ വേഗം ഒന്ന് പോയി റെഡി ആവട്ടെ. ഇനി നിങ്ങൾക്ക് അവിടെ പോകുന്ന ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ അതേ പോകുന്ന വഴികളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ഒരു 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് അടുക്കാറായപ്പോൾ കാണുന്ന കാഴ്ചകളാണ്. ഇവിടെ വിജനമാണ് ഫുള്ള്. ആൾക്കാരും ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇത്രയും ദൂരം ആയതുകൊണ്ട് തന്നെ. നമ്മൾ ഏകദേശം എത്താറായപ്പോഴത്തേക്ക് ഇവിടെ കുറേ ചെടികളും മരങ്ങളും ഒക്കെ കണ്ടു കേട്ടോ. ആ പാർക്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഡെസേർട്ട് ഫോൾസിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇനി നമ്മൾ അകത്തേക്ക് കയറാണ്. ഒരുപാട് തിരക്കില്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാം. അപ്പോൾ നമ്മളിവിടെ എത്തി. ഞങ്ങൾ ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങളിവിടെ ക്യൂവിൽ നിൽക്കുകയാണ്. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അധികം പേരില്ല, എന്നാലും വീക്കെൻഡ് അല്ല ഇത്, അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരില്ല. ഭയങ്കര ഒച്ചയാണ്. ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. മൈക്ക് എടുത്തിട്ടില്ല, കാരണം നമ്മള് വെള്ളത്തിൽ ഇറങ്ങുന്നതുകൊണ്ടും മൈക്ക് വാട്ടർ പ്രൂഫ് അല്ലാത്തതുകൊണ്ടും ഞാൻ മൈക്ക് എടുത്തിട്ടില്ല കേട്ടോ. ടിക്കറ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു, അകത്തേക്ക് കയറി കേട്ടോ. ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഈ പാർക്കിന്റെ ലൊക്കേഷൻ വരുന്നത് സൗദി ബോർഡറിലാണ് കേട്ടോ. ഹിൽട്ടൺ സൽവ ബീച്ച് റിസോർട്ടിന്റെ വാട്ടർ തീം പാർക്കാണ്. അപ്പോൾ നിങ്ങൾ റിസോർട്ടിൽ റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്ടർ പാർക്കിലേക്കുള്ള എൻട്രി ഫ്രീ ആണ്. അതല്ല, നിങ്ങൾ വാട്ടർ പാർക്കിലേക്ക് മാത്രമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡേ പാസ് എടുക്കണം. ഞാൻ ഉടുപ്പൊക്കെ മാറി ഐസക്ക് ചേഞ്ചിങ് റൂമിൽ ഇറങ്ങിയിട്ടില്ല. ഐസക്ക് ലോക്കറിൽ ഉടുപ്പൊക്കെ വെച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഐസക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മാപ്പൊക്കെ ഉണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെ റൈഡ് ചെയ്യുന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഡേ പാസിന് അഡൽസിന് വരുന്നത് 220 to 250 ഖത്തർ റിയാലാണ്. കിഡ്സിന് 165 to 180 ഖത്തർ റിയാലാണ്. പക്ഷേ നിങ്ങൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ വന്നത് മൺഡേ ഓഫറിനാണ്. അപ്പോൾ 75 റിയാൽ മാത്രമേ ഞങ്ങൾക്കായുള്ളൂ. അപ്പോൾ അതുപോലെ ഓഫേഴ്സ് ഇടയ്ക്ക് വരും. അപ്പോൾ ഓഫേഴ്സ് നോക്കി വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ സേവ് ചെയ്യാൻ പറ്റും. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫ്രീ ആണ് കേട്ടോ. ഞാൻ ഇവിടെ ഒരു റൈഡിൽ ഓൾറെഡി കയറി. ഐസക്ക് കയറിയിട്ടില്ല കേട്ടോ. ഐസക്ക് എങ്ങനെ ഇരിപ്പുണ്ട്? ഐസ് എന്താ ഐസ് കയറാന്? കുറേ ഉണ്ടല്ലോ, അതുകൊണ്ടാ. ഐസിന് പൂളൊക്കെ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ചില അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ക്യാനിയൻ ക്ലൈംബിംഗ്, ഗോ കാർട്ടിംഗ്, ലേസർ മേസ്, സർഫിംഗ് പോലെയുള്ള എക്സ്ട്രാ ചാർജസ് വരുന്ന ആക്ടിവിറ്റീസും ഉണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അഡ്വാൻസ് ബുക്ക് ചെയ്ത് വരാം കേട്ടോ. കാരണം വീക്കെൻഡ്സിൽ ചിലപ്പോൾ തിരക്ക് കൂടി ഫുള്ളായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീക്കെൻഡിലൊക്കെ വരാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഐസിൽ സർഫിങ്ങിന് കയറണമെന്നുണ്ടായി, പക്ഷെ കയ്യിലും കാലിലൊക്കെ ഊര് വെച്ചിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കയറിയില്ല കേട്ടോ. ഐസ് ഇങ്ങനെ എല്ലാ പൂളിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഫോട്ടോ എടുക്കുന്നല്ലാതെ ഒരു റൈഡിൽ പോലും ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. തണുപ്പുണ്ടല്ലോ ഐസ് വെള്ളത്തിന്? എന്താണെന്ന് ഫുഡ് കഴിക്കാം. ഐസ് കഫേയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കാണ് കേട്ടാ. ഒരു റൈഡിൽ ഇതുവരെ കയറിയിട്ടില്ല, ഒരു റൈഡിൽ പോയി. ഇത് വാട്ടർ പാർക്കിന്റെ അകത്ത് തന്നെയുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നമ്മൾ ഡ്രസ്സൊക്കെ മാറി ലോക്കറിൽ വെച്ച് കൂട്ടിട്ട് നമ്മുടെ പേഴ്സൊക്കെ വെച്ചിട്ട് പോന്നേ. പിന്നെ രണ്ടാമത് പോയി പൈസ എടുത്ത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയേക്കുവാണ്. എന്താ ഐസൊക്കെ ഓരോ സ്ലൈഡിലും കയറാനാ പേടിയാണ്. എല്ലാത്തിലും കയറാൻ പേടിയാണ്. റെസ്റ്റോറൻറ്റിൽ മാത്രം കയറി കറക്റ്റ് ആയിട്ട് വന്ന് ഹാപ്പി ആയാ? ഇതിനാണേ വന്നതന്നെ.
ഉണ്ടാവുള്ളൂ. പേടിച്ചിട്ട് കഥക്കുന്ന ഇതൊക്കെ കേറിട്ട് വന്നീ ഒരെണ്ണം കൂടെ അതില്. വേണ്ട, പേടിയാണ് കേട്ടോ. ഫോണിന്റെ ഒറ്റ സൈഡിൽ കയറാനുള്ള അവിടെ ഇഷ്ടപ്പെട്ടോ? എനിക്ക് ആങ്സൈറ്റി പെട്ടെന്ന് വരും. അവിടെ ശ്വാസം കിട്ടാതെ എന്താണ് പേടിയായ ഐസൊരു ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നടക്കണേ ഇല്ലാത്ത ബിരിയാണി എല്ലാവരും പോയി ചോദിച്ചോണ്ടിരിക്കുകയാണ്. ഒരു റൈഡിലും കയറില്ല, എന്നിട്ട് പറഞ്ഞാൽ എനിക്ക് ക്ഷീണമാകും. എന്റെ ഒരു റൈഡിലും ഹൈസ്കൂളിൽ പോയാൽ അതിൽ ഒരു റൈഡും കയറിയില്ലെങ്കിലും എന്റെ ഒപ്പം ഇങ്ങനെ നീന്താൻ വരാമെന്ന് പറഞ്ഞു. 20+ റൈഡ്സ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. സ്ലൈഡ്സ്, വേവ് പൂൾ, ലേസി റിവർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കൂടുതലും ഞാൻ പറയുകയാണെങ്കിൽ കിഡ്സിനാണ് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുക. ഇപ്പം നമ്മുടെ നാട്ടിലെ വീഗാലാൻഡ് പോലെ അത്രയും അഡ്വഞ്ചറസ് റൈഡ്സ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കൂടുതലും കിഡ്സ് ആണ് ഇത് എൻജോയ് ചെയ്യാം കേട്ടോ. തവളേനെ പോലെ ഉണ്ട് കേട്ടോ. വലത്തോട്ടെടുക്കുക ആളെ, വലത്തോട്ടെടുക്ക്, ഇടത്തോട്ടെടുക്കുക ആളെ. ഫോണുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ റൈഡിലും കയറി കേട്ടോ. ചില റൈഡിലെ ഫോൺ അലോഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളിനി ഡ്രസ്സൊക്കെ മാറി നമ്മൾ തിരിച്ച് പോവാണ്. ഐസൊക്കെ ഡ്രസ്സിങ് റൂമിൽ പോയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. ഫോൺ എടുത്ത് ഡ്രസ്സൊക്കെ മാറിയത്. ഇതാണ് ഡ്രസ്സിങ് റൂം. നമുക്ക് ഇവിടെ തന്നെയാണ് ലോക്കർ ഫെസിലിറ്റി ഒക്കെ ഉള്ളത്. ഞങ്ങള് കുളിച്ച് ഉടുപ്പ് മാറി ഇറങ്ങുകയാണ് കേട്ടോ. കഴിഞ്ഞിറങ്ങാണ്. അതുപോലെ കൂടുതൽ ഖത്തർ യാത്രകൾക്ക് റേഞ്ച് കൊള്ളയാ ഖത്തർ നേരം അമ്മ ഇതുണ്ടോ. ഇതിൻ്റെ അകത്ത് ഡ്രസ്സ് വിൽക്കുന്ന കടയാണ് കേട്ടോ. നമ്മളവിടെ കയറുന്നതിന് മുമ്പ് നമുക്ക് ഡ്രസ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വാങ്ങിച്ച് ഇട്ടിട്ട് പോവാം. സോനീസും ചോക്ലേറ്റ്സും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അതില്. നമ്മളകത്ത് വെച്ചിട്ട് ഓരോ റൈഡിന്റെയും അവിടേക്ക് ഇരുന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ അത് നമ്മളിവിടെ വന്നിട്ടാ കളക്ട് ചെയ്യുന്നത്. പ്രാവശ്യം ഞങ്ങൾ സോഫ്റ്റ് കോപ്പി ആണ് വാങ്ങിച്ചത്. കാരണം ഹാർഡ് കോപ്പി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര വലുതായിരിക്കും ഫോട്ടോസ്. പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു മൂലക്ക് വെക്കാന്നല്ലാതെ അതങ്ങനെ എടുക്കലൊന്നുമില്ല. ഇതുണ്ടോ, ഇതിൻ്റെ അകത്തേക്ക് ഡെസേർട്ട് സ്ട്രീറ്റ് സർക്യൂട്ട് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടേക്ക് കയറണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണേ. ഇവിടെ ഗോ കാർട്ടിംഗ് ആണ് കേട്ടോ ഈ സംഭവം. നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇതുണ്ടോ വെള്ളം കണ്ടോ നമ്മൾ പോണ വഴി. പണ്ട് ഇവിടെ ഹണ്ടിങ് സ്റ്റേഷനായിരുന്നു. ബേർഡ്സ്, ലേക്കും ഫിഷ് ഇതിനൊക്കെ എടുക്കാവുന്ന സ്ഥലമായിരുന്നു. ഇവിടെ വലിയൊരു ലേക്ക് ആയിരുന്നല്ലേ. ലേക്ക് വറ്റിപ്പോയി. അതിന്റെ ലെവല് അടക്കമുണ്ട് വെള്ളത്തിന്റെ. ഇത് നമ്മൾ തിരിച്ചു പോകുന്ന വഴി ഇങ്ങനൊരു സ്ഥലം കണ്ടിട്ട് നിർത്തിയതാണ് കേട്ടോ. പണ്ട് റിവർ ആയിരുന്നു, അത് വറ്റിപ്പോയിട്ടുള്ളൊരു സ്ഥലമാണ്. വെള്ളത്തിന്റെ ലെവലാണ് കേട്ടോ. അത്രയും ലെവലില് വെള്ളം ഉണ്ടായിരുന്നതാണ്. ഇതിൽ ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. അത്രക്കും കാറ്റായിരുന്നു. ഫോൺ വരെ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാറ്റടിച്ച് അങ്ങനെ പോവായിരുന്നു. എന്തൊക്കെ കാണണം.
അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു ദിവസം. നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനിയും ഒരുപാട് ഖത്തർ യാത്രകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. അതുവരെ ബൈ.